യാമിമോള് ചായ കുടിച്ചോ? ഇല്ല. സ്കൂളിൽ നിന്ന് വന്നിട്ട് എന്താ മുറിയിൽ തന്നെ ഇരുന്ന് കളഞ്ഞേ? ഒന്നുമില്ല. കാര്യമായിട്ട് എന്തെങ്കിലും പഠിക്കാനുണ്ടോ? ഉണ്ട്. ഓക്കെ. ആന്റിക്കൊരു കാര്യം മോളോട് ചോദിക്കാനുണ്ട്. ചോദിക്കട്ടെ? ചോദിച്ചോ. ഇന്ന് സ്കൂളില് യാമിമോളെ കാണാൻ സ്നേഹ വന്നിരുന്നോ? വന്നിരുന്നു. സ്നേഹ മോളുമായിട്ട് കുറെ നേരം സംസാരിക്കുകയും ചെയ്തു. അറിഞ്ഞെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് എന്തിനാ ചോദിക്കുന്നത്? സ്നേഹ എന്തിനാ വന്നേ? എന്താ നിങ്ങൾ തമ്മിൽ സംസാരിച്ചേ? അത് ആന്റി അറിയേണ്ട കാര്യം എന്താ? ഞാൻ ചോദിക്കുന്നത് മോളോടല്ലേ. മോളോടൊരു കാര്യം ചോദിച്ചറിയാൻ എനിക്കെന്താ അവകാശമില്ലേ? നിന്നെ ഞാൻ സ്വന്തം മോളെ പോലെ തന്നെയല്ലേ കണ്ടിട്ടുള്ളത്. തിരിച്ച് യാമി അങ്ങനെ ആയിരുന്നു. പറ, സ്നേഹ എന്താ പറഞ്ഞേ? എനിക്ക് പറയാൻ പറ്റില്ല. യാമി മോള് അമ്മ അവഗണിക്കുന്നതിന്റെ കാരണം സ്നേഹാണോ? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? യാമി മോളെ ഇപ്പൊ നിയന്ത്രിക്കുന്നത് സ്നേഹയാണോന്ന്. എനിക്ക് വേണ്ട കാര്യങ്ങൾ എന്റെ അച്ഛൻ പറഞ്ഞു തരുന്നുണ്ട്. നിയന്ത്രിക്കാൻ വേറൊരാളുടെ ആവശ്യം എനിക്കില്ല. അച്ഛൻ പറഞ്ഞു തരുന്നത് എന്താണെന്നൊക്കെ എനിക്ക് ഊഹിക്കാൻ പറ്റും. അല്ല, യാമി മോൾ ഇങ്ങനെ തന്നെ തുടരാനാണോ തീരുമാനിച്ചിരിക്കുന്നത്? അമ്മയോടുള്ള നിന്റെ പെരുമാറ്റത്തിന്റെ കാര്യം ഞാൻ ചോദിച്ചത്. അമ്മയെക്കുറിച്ച് ആന്റിക്ക് എന്തറിയാം? എനിക്കോ അച്ഛനോ അറിയുന്നതിനേക്കാൾ കൂടുതലൊന്നും അറിയില്ലല്ലോ. കുറ്റപ്പെടുത്താൻ നിങ്ങൾ നോക്കി കാണുന്ന പോലെയല്ല മൈഥിലെ ഞാൻ നോക്കി കാണുന്നത്. അതുപോലെ തന്നെ അച്ഛനെക്കാളും മോളെക്കാളും എനിക്ക് നന്നായിട്ട് മൈഥിലെ അറിയാം. സത്യം പറയാമി, സ്നേഹയുടെ കൂട്ടുകെട്ട് നിന്നെ വഷളാക്കിയുള്ളൂ. സ്നേഹ എന്തൊക്കെ പറഞ്ഞു തന്നു എനിക്ക് അറിഞ്ഞേ പറ്റൂ. ആന്റിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ കാര്യത്തിൽ ആവശ്യമില്ലാതെ തലയിടരുതെന്ന്. നീ ആരാ? ഒരു പൊടിക്കുഞ്ഞിന്റെ സ്വാതന്ത്ര്യം എല്ലാവരും അനുവദിച്ചു തരുമ്പോ അതിനേക്കാളും ഒക്കെ വലുതാണെന്ന് നീ സ്വയം നടിക്കുകയാണോ? അത്രയ്ക്കൊന്നും വളർന്നിട്ടില്ല നീ. മതി. അച്ഛന്റെ തണലിൽ നിന്നായാലും തെറ്റ് ചെയ്യാൻ നിന്നെ സമ്മതിക്കുന്ന പ്രശ്നമില്ല. ഞാൻ തെറ്റൊന്നും ചെയ്യുന്നില്ല. ആദ്യം തെറ്റ് ചെയ്യുന്നവരെ പോയി നന്നാക്കാൻ നോക്ക്. മോളെ, ആന്റി ഒന്ന് പോവാൻ നോക്ക്. മോളെ, ഞാൻ ആന്റിയോട് പോവാനാ പറഞ്ഞേ. എനിക്കറിയാം ആന്റി അമ്മ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടാന്ന്. നാണം ഇല്ലാത്തവർക്ക് എന്തോ ആവാലോ. ആരൊക്കെയോ കുത്തിവെച്ച് തന്ന വിഷം അതിന്റെ ഏറ്റവും കൂടിയ അവസ്ഥയിൽ നിൽക്കുക നിന്റെ മനസ്സിലിപ്പോ. അതുകൊണ്ട് നിനക്ക് ആന്റിയെ മനസ്സിലാവില്ല, അമ്മയെ മനസ്സിലാവില്ല. എന്തായാലും ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നിന്റെ അമ്മ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതല്ല. ഒരു ചോദ്യം ചോദിച്ച് അവളെ വേദനിപ്പിക്കരുതെന്നാ മൈഥിലി എന്നോട് പറഞ്ഞത്. അത് ഒരമ്മയുടെ മനസ്സാ. അത് നിനക്കിപ്പോ മനസ്സിലാവില്ല. മോളെ, ആന്റി ഒരു കാര്യം കൂടി പറയാം. ഒരു പൊട്ടിക്കരച്ചിൽ കൊണ്ടോ ഒരു പ്രായശ്ചിത്തം കൊണ്ടോ തീരാവുന്നതല്ല നീ ഇപ്പൊ ഈ ചെയ്തു കൂട്ടുന്നത്. പിന്നീട് ഒരുപാട് കരയേണ്ടി വരും നിനക്ക്. അത് നീ ഓർത്തോ. സോറിയടോ, യാമിമോളെ കുറിച്ചുള്ള എന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയി. അവളെ സംസാരിക്കാൻ പഠിച്ചിരിക്കുന്നു, അതും വളരെ വ്യക്തമായി വേർതിരിച്ച് സംസാരിക്കാൻ. അച്ഛൻ പറഞ്ഞു കൊടുക്കുന്ന അറിവല്ലേ, വെറുതെ ആവില്ല. എന്താ പറയാ, അവളുടെ പ്രായത്തിന് ചേരാത്ത രീതിയിൽ ഒരു വീറും വാശിയൊക്കെ. ഞാൻ ശരിക്കും പേടിച്ചു പോയി. അത്രയ്ക്ക് വല്ലാത്തൊരു മാറ്റം. അനാമികയ്ക്ക് പെട്ടെന്ന് കിട്ടിയൊരു ഷോക്കല്ലേ. ഒരു അമ്മയ്ക്ക് അങ്ങനെയല്ല. അവളുടെ ഒരു മൂളലിന്റെ സ്വരത്തിന് വ്യത്യാസം ഉണ്ടാവുമ്പോ, അവളുടെ ഒരു നോട്ടത്തിന്റെ ഷാർപ്നെസ് കൂടുമ്പോ വേദനിച്ചു തുടങ്ങും. പിന്നെന്താ ചെയ്യാന്നറിയോ? സംസാരിച്ചു തുടങ്ങുമ്പോ വാക്കുകൾ കുറയും. കിട്ടാഞ്ഞിട്ടല്ല, ഉള്ള വാക്കുകൾ സൂചി കുത്തുന്നത് പോലെ ആവാതിരിക്കാൻ. നേരിൽ കണ്ട മുഖത്ത് നോക്കാതെയാവും. എന്തെങ്കിലും ചോദിച്ചാൽ മറ്റെവിടെയെങ്കിലും നോക്കി മറുപടി പറയും.
നമ്മൾ ഈ നെഞ്ചിൻ കൂട്ടിലിട്ട് വളർത്തിയാലും ഇല്ലാനായം പറഞ്ഞ് പ്രതികരിക്കുമ്പോൾ പറന്നു പോകാൻ തുടങ്ങിയെന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മളെ തള്ളിക്കളയാനും തുടങ്ങിയെന്നാ അതിൻ്റെയൊക്കെ അർത്ഥം. സാരംഗിന്റെ നിലപാടുകൾക്ക് മാറ്റമില്ലാതെ ഈ ആമിയുടെ കാര്യത്തിൽ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാനിപ്പോ രഞ്ജിത്തിന്റെ കൂടെ ഇറങ്ങും. തനിക്കിത് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റൂലോ അല്ലേ? മുങ്ങി താഴുന്നതിന് മുമ്പ് ഒരു കച്ചിത്തുരുമ്പിന് വേണ്ടി കൈനീട്ടില്ലേ? ശ്രമിക്കും ഞാൻ, അത്രേ പറയാൻ പറ്റൂ. തമ്പാ ഇറങ്ങ രഞ്ജിത്ത്. ഭർത്താവ് ഒരു പുതിയ ജോലിയിൽ ജോയിൻ ചെയ്ത് ആദ്യ ദിവസം തിരിച്ചു വരുമ്പോ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് ചോദിക്കണ്ടേ മാഡം? അതിൽ പ്രത്യേകിച്ച് എന്ത് ചോദിക്കാനാ? നമ്മൾ ഒരുമിച്ചല്ലേ തിരിച്ചു പോകുന്നേ. എല്ലാം വിശദമായിട്ട് പറയാലോ. രഞ്ജിത്ത്, കംഫർട്ടബിൾ ആയിരുന്നോ അവിടെ? തീർച്ചയായിട്ടും. എല്ലാരും പെട്ടെന്ന് നന്നായിട്ട് ഇടപഴകി. അത് സാരംഗ് ചെയ്ത ഇൻസ്ട്രക്ഷൻ കൊണ്ടാണ് കേട്ടോ. എനിവേ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നി. നന്നായി. അപ്പൊ സാരംഗ്, ഞങ്ങൾ ഇറങ്ങുക. നാളെ കാണാം. വാ മാഡം. സാരംഗ്, ഞാൻ രാവിലെ പറഞ്ഞില്ലേ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന്? ഹലോ. ആ ഓക്കെ മൂർത്തി. നോ ഒരു 5 minutes. എടോ, ഒരു എമർജൻസി വീഡിയോ കോൺഫറൻസ്. കുറച്ച് സമയമെടുക്കും, അത്യാവശ്യമാണ്. തനിക്ക് പറയാനുള്ളത് എന്തായാലും ഫാമിലി മാറ്റർ ആയിരിക്കുമല്ലോ. അതിന് ഇഷ്ടം പോലെ സമയമുണ്ട്. രംഗനാഥനോ? അരുണുണ്ടോ ഇവിടെ? ഉണ്ടല്ലോ. വാ, അകത്തേക്ക് വാ. അരുൺ, താനിരിക്കടോ. അരുണേ. ആ, താൻ എന്താ രംഗനാഥ് പ്രത്യേകിച്ച്? ഞാൻ ആദ്യം അരുണിനെ ഒന്ന് വിളിച്ച് സംസാരിക്കാമെന്ന് കരുതി. പിന്നെ തോന്നി ഫാദറിന്റെ സാന്നിധ്യത്തിലാവാൻ സംസാരമെന്ന്. അതുകൊണ്ട് നേരിട്ട് ഇങ്ങോട്ട് പോന്നു. ആ, എന്താ? ഒന്നുമില്ല, ഇരിക്കെ. ചെറിയൊരു കാര്യം തന്നോട് ചോദിച്ചറിയാൻ വേണ്ടിയാ. വീണ്ടും നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? സ്നേഹ അരുണും തമ്മില്? എന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അങ്കിളിപ്പോ എന്താ അങ്ങനെ ചോദിക്കാൻ? മൈഥിലിയുടെ വീട്ടിൽ നിന്ന് വന്നതിന് ശേഷം സ്നേഹയുടെ പെരുമാറ്റത്തിൽ ചില വ്യത്യാസങ്ങളുണ്ട്. അതിപ്പോ ഞാൻ നിങ്ങളുടെ വിവാഹകാര്യം പറഞ്ഞപ്പോ പോലും എന്തോ ഒരു താല്പര്യക്കുറവ് പോലെ. തന്നോട് ഇത്രയും അടുപ്പമുള്ളതുകൊണ്ടാ ഞാൻ മനസ്സ് തുറന്ന് സംസാരിച്ചത്. അത് വേണമല്ലോ രംഗനാഥ. മനുഷ്യർ തമ്മിലുള്ള അടുപ്പം തന്നെ നിലനിൽക്കുന്നത് ഇങ്ങനെയൊക്കെയല്ലേ? ഞാൻ പലവട്ടം ആവർത്തിച്ച് ചോദിച്ചിട്ടും സ്നേഹ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. എന്റെ ഒരു കണക്കൂട്ടൽ വെച്ച് മൈഥിലിയുടെ വീട്ടിൽ വെച്ച് എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. സ്നേഹിക്ക് ഗൗരവം കാണിക്കാൻ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ആവശ്യമില്ല. പക്ഷേ എന്താണ് അവളെ ഹേർട്ട് ചെയ്തതെന്ന് അറിയില്ല. ആരാണ് ഹേർട്ട് ചെയ്തതെന്നും അറിയില്ല. രംഗനാഥ, ചില സംശയങ്ങളൊക്കെ ഞങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്. സ്നേഹ മൈഥിലിയുടെ വീട്ടിൽ പോയ ദിവസം മുതൽ അല്പം അകൽച്ചോടെയാണ് മൈഥിലി ഇവനോട് പെരുമാറുന്നത്. ഇവനാണെങ്കിൽ അതിന്റെ ടെൻഷനില്ല. രംഗനാഥൻ കൂടി ഇങ്ങനെ പറയുമ്പോൾ കാര്യമായ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ ഫാദർ, അവർ തമ്മിൽ എന്ത് പ്രശ്നം ഉണ്ടാവാനാണ്? മൈഥിലിയോട് നല്ല ബഹുമാനമാണ്. മൈഥിലിക്ക് സ്നേഹ ഒരുപാട് ഇഷ്ടമാണ്. മൈഥിലിയുടെ കുടുംബകാര്യങ്ങൾ സാരംഗിനോട് സംസാരിക്കുമെന്ന് അന്നൊരു സൂചന സ്നേഹ ഇവന് കൊടുത്തിരുന്നു. ഇനിയിപ്പോ അങ്ങനെ വല്ല കുഴപ്പമുണ്ടായതാണോ? ഫാദർ, ഒരു തർക്കത്തിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചിന്തിക്കാം. പക്ഷെ മൈഥിലി മാഡത്തിന്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അതിന്റെ പേരിൽ സ്നേഹം എന്തിന് അത് അങ്കിളിനോട് കാണിക്കണം, അല്ലെങ്കിൽ എന്നോട് കാണിക്കണം? ഫാദർ, സ്നേഹ അരുണിനെ പോലെ ഒരാളെ കണ്ടെത്തിയപ്പോൾ ജീവിതത്തിലെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം കഴിഞ്ഞു എന്ന് കരുതിയ ആളാ ഞാൻ.
അവളുടെ ചെറിയ വഴക്കുകൾ പോലും എനിക്ക് പേടിയാ. അതെപ്പോഴും വലിയ ബഹളങ്ങളെ കലാശിച്ചിട്ടുള്ളൂ. അവളുടെ വാശി അറിയാവുന്നതുകൊണ്ട് പറയുക. താൻ വിഷമിക്കാത്തോടെ രംഗനാഥ, ഞാനൊന്ന് മൈഥിലിയെ വിളിക്കാം. നമുക്ക് ഈ പ്രശ്നം മൈഥിലിയുടെ മുന്നിൽ തന്നെ അവതരിപ്പിക്കാം. എന്താ? എങ്കിൽ ഫാദർ ഒന്ന് വിളിക്ക്. ഓ, ഫോൺ റൂമിലിരിക്കുക. ഞാൻ അതൊന്ന് എടുത്തിട്ട് വരാം. അരുൺ, മൈഥിലി തന്നോടെല്ലാം തുറന്നു പറയുന്ന കൂട്ടത്തിലല്ലേ? എന്നിട്ടും ഇതുവരെ അങ്ങനെ ആയിരുന്നു അങ്കിൾ. പക്ഷേ ഇപ്പോഴത്തെ ഈ മാറ്റം അല്പം ശക്തമാണ്. ഛേ, അങ്ങനൊരു യാത്ര വേണ്ടായിരുന്നു. ആ രംഗനാഥ, മൈഥിലി എന്തോ തിരക്കിലാണ്. നാളെ ഇങ്ങോട്ട് ഇറങ്ങാന്ന് പറഞ്ഞിട്ടുണ്ട്. സമയം നോക്കി ഞാൻ രംഗനാഥനെ അറിയിക്കാം. എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ചല്ലേ പറ്റൂ. അവസാനിപ്പിക്കണം ഫാദർ. എത്രയും പെട്ടെന്ന് ഇവരുടെ വിവാഹവും നടത്തണം. അല്ലാതെ എനിക്കൊരു സമാധാനവും കിട്ടില്ല. എന്തായാലും നാളെ അവിടെ. സുമേന്റി, എന്താ മോനെ? എന്താ വേണ്ടേ? ഒന്നും വേണ്ട. ഒരു കാര്യം ചോദിക്കാനാ. എന്താ? അമ്മയ്ക്കെന്താ പറ്റിയേ? അമ്മ ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല. മുറിയിൽ തന്നെ ഇരിക്കുക. ഞങ്ങൾ സ്കൂളിൽ പോയപ്പോ ഇവിടെ വല്ലതും വഴക്കുണ്ടായോ ആന്റി? ഇല്ല മോനെ, ഇന്ന് മുഴുവൻ അനാമിക ആന്റി ഇവിടെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ എന്തു പറ്റി? അപ്പവും വിളിച്ചോ? അമ്മ വിഷമിക്കുന്ന കാര്യം എന്തെങ്കിലും പറഞ്ഞോ? എന്തുണ്ടെങ്കിലും യദുക്കുട്ടനോട് അമ്മ പറയുമല്ലോ. യദുക്കുട്ടനോടൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. അമ്മ ഒന്നും മിണ്ടാതിരിക്കുന്ന കണ്ടിട്ട് എനിക്ക് നല്ല സങ്കടമുണ്ട്. മോൻ വിഷമിക്കണ്ട. ഇപ്പൊ അമ്മ സങ്കടത്തോടെ ഇരിക്കുകയാണെങ്കിൽ കുറച്ചുനേരം അങ്ങനെ ഇരിക്കട്ടെ എന്ന് വെക്ക്. എന്തായാലും കിടക്കാൻ പോകുന്നതിന് മുമ്പ് അമ്മ തന്നെ മോനോടത് പറയും. എന്താ സുമ? മേഡത്തിന്റെ കാര്യം ചോദിക്കാനാ മോൻ വന്നത്. മേഡത്തിന് എന്തോ സങ്കടം ഉണ്ടെന്നാ മോൻ പറയുന്നത്. അതെന്താണെന്നാ എന്നോട് ചോദിച്ചത്. എന്താടാ? ഞാൻ അമ്മയോട് ചോദിച്ചില്ലേ? അമ്മ പറഞ്ഞോ? അതിന് പറയാനായിട്ടൊന്നുമില്ലല്ലോ. ഒന്നുമില്ലെങ്കിൽ അമ്മ ഇന്നെന്തിനാ മുറിയിൽ തന്നെ ഇരിക്കുന്നേ? അമ്മയുടെ കണ്ണെന്താ നിറഞ്ഞിരിക്കുന്നേ? ആരുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്നു? ഊഹിച്ചു വെറുതെ ഓരോന്ന് പറയണ്ട. എന്നോട് കള്ളം പറയണ്ട. എനിക്ക് അമ്മയെ നന്നായിട്ട് അറിയാലോ. വേറെന്ത് കാര്യത്തിലും യദുക്കുട്ടനോട് കള്ളം പറയാം. പക്ഷേ മേഡത്തിന്റെ മനസ്സൊന്ന് കലങ്ങിയാല് ഇവിടെ ആദ്യം തിരിച്ചറിയുന്നത് യദുവ. ഇപ്പോ അമ്മയോടൊന്നും ചോദിക്കണ്ട. അമ്മ പറയല്ല. നാളെ നേരം വെളുക്കുന്നത് വരെ അമ്മയുടെ മോനൊന്ന് ക്ഷമിക്ക്. നേരം വെളുത്ത എന്താ? നേരം വെളുക്കുമ്പോഴത്തേക്കും പ്രോബ്ലം എന്താണോ അത് അമ്മ പരിഹരിക്കും. എന്നിട്ട് യദുക്കുട്ടിനെ കാണുമ്പോൾ അമ്മ ചിരിക്കും. അപ്പൊ അമ്മയുടെ കണ്ണിൽ കണ്ണുനീരുണ്ടാവില്ല. അത് പോരെ മോനെ? എന്നാലും എന്താണെന്ന് എന്നോട് പറയില്ല അല്ലേ? സീക്രട്ടാ, മുതിർന്നവരുടെ കാര്യ. അപ്പൊ പിന്നെ പറയാൻ പറ്റുമോ? അമ്മയ്ക്ക് നീയല്ലേ ഉള്ളൂ. വാ. എന്തുപറ്റിയോടാ നിനക്ക്? ഏയ്, ഞാൻ ചുമ്മാ ഇങ്ങനെ ഇരുന്നേ ഉള്ളൂ. അത് പറയണ്ട. ഇന്നൊരു മൂഡ് ഓഫ് ഉണ്ട്. ഞാൻ വന്നപ്പോ മുതൽ ശ്രദ്ധിക്കുന്ന. ഒന്നുമില്ല രഞ്ജിത്ത്. അത് കളാ. ഞാനൊരു പുതിയ ജോലിയിൽ ജോയിൻ ചെയ്തിട്ട് വന്നതാ. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും തന്റെ ഭാഗത്തുനിന്നില്ല. ഓഫീസിലെ അന്തരീക്ഷം എങ്ങനെ ഉണ്ടായിരുന്നു, കൂടെ വർക്ക് ചെയ്യുന്നവരെങ്ങനെയുണ്ട്, ഒരു ചോദ്യമില്ല. എന്തു പറ്റിയടോ? പിന്നെ ആലോചിച്ചപ്പോ സാരംഗിന്റെ അടുത്ത് ജോലിക്ക് ഞാൻ ചേർന്നത് ശരിയല്ലെന്ന് തോന്നിയോ? എന്തൊക്കെയാ പറയുന്നേ? ഞാനങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. പിന്നെന്താ ഇതിന്റെ അർത്ഥം? വേറൊന്നുമില്ല.
മൈഥിലിയുടെ കാര്യ ഇപ്പൊ എന്താ പുതിയതായിട്ട്? കാര്യം എന്നോട് ചോദിക്കണ്ട, ഞാൻ പറയില്ല. ഇത്ര മാത്രം അറിഞ്ഞാൽ മതി. മൈഥിലി ഒരു വല്ലാത്ത അവസ്ഥയില. ഒന്ന് കൂടെ നിന്നില്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു പോകുന്നുള്ള അവസ്ഥയില. എടോ, കാര്യം വിശദമായി ഞാൻ പിന്നെ പറയാം. ചില കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോ ഞാൻ ഇത്രയും തളർന്നു പോവുമെങ്കിൽ അത് നേരിട്ട് അനുഭവിക്കുന്ന മൈഥിലിയുടെ അവസ്ഥ എന്താണെന്നാ ഞാൻ കരുതുന്നത്. ഒന്നും മനസ്സിലാവാതെ ഞാൻ ഇതിന് എന്ത് അഭിപ്രായം പറയാനാ? രഞ്ജിത്ത് വാ, നമുക്ക് അടുക്കളയിലേക്ക് പോവാം. അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ കുറച്ചു നേരത്തേക്ക് എല്ലാം മറന്നോളും. അത് വേണ്ട. ഈ അവസ്ഥയില് താൻ ഇനി അടുക്കളയിൽ കയറണ്ട. ഞാൻ പുറത്തു പോയിട്ട് എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരാം. അത് വേണ്ട. സാരമില്ലടോ, ഭക്ഷണമൊക്കെ ഇനിയും നമുക്ക് പാചകം ചെയ്ത് കഴിക്കാമല്ലോ. ഇന്നൊന്ന് ഫ്രീ ആവ്. തന്റെ കൂട്ടുകാരിക്ക് വേണ്ടി ചിന്തിക്കാൻ ഞാനൊന്ന് റെഡിയാവട്ടെ. വിശക്കുന്നില്ലേ മോനെ? കഴിക്കണ്ടേ? അച്ഛനും ചേച്ചിയും കഴിച്ചിട്ടുണ്ടാവും. അറിഞ്ഞൂടാ. അവര് കഴിച്ചിട്ട് പൊക്കോട്ടെ അമ്മേ, എന്നിട്ട് നമുക്ക് കഴിച്ചാൽ മതി. അമ്മയെ ഇഷ്ടമല്ലാത്തവരുടെ അമ്മ ഇരിക്കണ്ട. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. യദുക്കുട്ടൻ ആരോടും ഒരു അകലവും കാണിക്കാൻ പാടില്ല. അവരോടൊപ്പം തന്നെ ചെന്നിരുന്ന് കഴിക്കണം. നമ്മളെ ആരെങ്കിലും വെറുത്താലും നമ്മള് മറ്റുള്ളവരെ വെറുക്കാൻ ശീലിക്കരുത്. കേട്ടല്ലോ? എണീറ്റ് വാ. വേണ്ട അമ്മേ. വരാനല്ലേ പറഞ്ഞത്? മോനിരിക്കേ. കഴിക്കേ. Are you okay? ഓക്കെ. കഴിച്ചോ.